എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചേന ഉപയോഗിച്ചിട്ട് ചേന കൊണ്ട് മെഴുക്ക് പറ്റിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചേന കൊണ്ട് ഒരു മെഴുക്ക് പറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നുറുക്കിയെടുക്കാം. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇവിടെ ചേന വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കൊണ്ടാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെന്ത് വരട്ടെ. നമ്മൾ ചേനപ്പേരി കാച്ചാൻ പോവാണ്. അപ്പോൾ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മുളകും പൊടി മൂത്ത് വന്നു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ചേനപ്പേരി ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേന ഉപ്പേരി. എനിക്ക് ചേന, ചേമ്പ്, കടച്ചക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക അതൊക്കെ എനിക്കല്ലാണ്ട് ബാക്കി ഇറച്ചി മീനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇറച്ചി അങ്ങനെ ചേന മെഴുക്ക് പറ്റി റെഡിയായി. ഞാൻ ഇതേപോലെ കുഴമ്പിലാണ് ഞാൻ എടുക്കാം. ഡ്രൈ ആയിട്ടല്ല എടുക്കാം. ഇതേപോലെ കുഴമ്പ് രൂപേന ആണ് എടുക്കാം. ചേനപ്പേരി ഇഷ്ടമുള്ളവർ ചേന ഇങ്ങനെ വെച്ചാൽ എനിക്കിഷ്ടാട്ടോ. ഇവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ചേന ഉപ്പേരി വെച്ചത് കഴിക്കാം. ഞാൻ ഇങ്ങനെ ചേന ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ കട്ടൻ ചായയും ചേനപ്പേരിയും കട്ടൻ കാപ്പിയും ചേനപ്പേരിയൊക്കെ കൂടിയിട്ട് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണമൊന്നും കഴിക്കില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്.